പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡേവിഡ് നവ്യയെ ചതിക്കുകയാണ് എന്നുള്ളതും DNA റിസൾട്ട് അവർ സ്വന്തമായിട്ട് മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയതാണെന്നും നവ്യ മനസ്സിലാക്കുകയാണ്. ഇവർ എന്നെ ചതിക്കുകയാണ്, ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇവർക്കൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണം. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. വെറുതെ തെറ്റിദ്ധരിച്ച് അനന്തപുരിക്കാരെ ഞാൻ എന്തെല്ലാമോ ചെയ്തു. ഇവരാണ് എല്ലാത്തിനും കാരണം. എന്നെ പിരിക്കേറ്റിയിട്ട് അവരെ നശിപ്പിക്കാൻ എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള സത്യം നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സങ്കടം കൊണ്ടും എല്ലാം നവ്യ നേരെ പോകുന്നത് നന്ദുവിൻ്റെ അടുക്കലോട്ടാണ്. അങ്ങനെ നവ്യ നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ടിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്ത് പറ്റി? അമ്മ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടു. അതിൻ്റെ സങ്കടമായിരിക്കും അല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അത് മാത്രമല്ല എൻ്റെ സങ്കടം, എനിക്ക് ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അബിയുടെ കുഞ്ഞാണോ ചന്തുമോൾ എന്നറിയാൻ വേണ്ടിയിട്ട്, അമ്മ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ ജ്വല്ലറിയിലെ ഡേവിഡ് സാറെ കണ്ടിട്ട് അവർക്ക് വലിയ പിടിപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും കൂടെ DNA റിസൾട്ട് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അതനുസരിച്ചിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ സാമ്പിള് രണ്ടുപേരുടെയും മുടിനാരുകൾ കൊണ്ടുകൊടുത്തു. പക്ഷെ അവരെന്നെ ചതിക്കുകയായിരുന്നു. അവർ ചതിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അബിയുടെ മോളാണ് ചന്തുമോൾ എന്നുള്ളത് അവർ മറച്ചു വെക്കേണ്ട കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതായാലും ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്നുള്ളത് സത്യം എനിക്ക് മനസ്സിലായി. അവരൊക്കെ കൂടെ ചേർന്നതിനെ ചതിക്കുകയാണ്. ഇതിൽ അബിക്കും പങ്കുണ്ടാകും. ഇനി അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഏതായാലും ചേച്ചിയെ DNA ടെസ്റ്റിൻ്റെ പേരിൽ അവർ ചതിക്കാൻ നോക്കിയത് നമുക്കൊരു സഹായമായിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ആ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസുമുണ്ട്. ചേച്ചി എൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയാൾക്കെതിരായിട്ടുള്ള കേസെടുക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു നേരെ നവ്യയും കൂട്ടിയിട്ട് ഡേവിഡിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെ കണ്ട ഉടനെ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ അനിയത്തിയെയും കൂട്ടി വന്നിരിക്കുന്നത്? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സംസാരിക്കാനുണ്ടോ? നിൻ്റെ ശത്രുവായിരുന്നല്ലോ ഇവർ, ഇപ്പോൾ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേടാ എൻ്റെ ശത്രുവായിരുന്നു, അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ചേർന്ന് മുതലെടുക്കാൻ നോക്കിയത്. കുറച്ച് പണമുണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളെ എന്തും ചെയ്യാമെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുന്നത് കേട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ, നീ എന്താ ഈ പറയുന്നത്? ഇവരൊക്കെ കൂടെ ചേർന്ന് നിന്നെ തിരിക്കുകയായിരുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതും നീയാണ് എന്നുള്ളതും അല്പസമയം മുമ്പ് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ ആരോടാണോ സംസാരിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്നുള്ളതും അതൊക്കെ മറച്ചു വെക്കാൻ DNA ടെസ്റ്റ് വരെ മാറ്റിമറിച്ചത് താനാണെന്നുള്ളത് സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതിന് നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് എൻ്റെ അനിയത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ആ മാന്യതക്കനുസരിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഡേവിഡ് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവളിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത് നാഗേന്ദ്രൻ സാറെ അറിയിക്കണമല്ലോ. പക്ഷേ ഇവരുടെ മുന്നിൽ വെച്ച് എങ്ങനെ സാധിക്കും എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ ഡേവിഡ് നിൽക്കുന്നത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ്, എൻ്റെ കൂടെ വരാൻ നോക്ക്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. നീ DNA ടെസ്റ്റ് റിസൾട്ട് മാറ്റിമറിച്ചിട്ട് ഒരാളുടെ ജീവിതമാണ് തകർക്കാൻ നോക്കിയത്. ഇത് എത്ര വലിയ തെറ്റാണെന്നുള്ളതും കുറ്റമാണെന്നുള്ളതും നിനക്ക് അറിയാലോ. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഏതൊക്കെ വകുപ്പിൽ പെടുത്താൻ കഴിയുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. നിനക്കെതിരായിട്ടുള്ള തെളിവുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡേവിഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് നന്ദു.